ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോമിന്റെ 21ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് ജിങ്ങിനും ചെന്നിനും ഇടയിൽ ചെറിയ ചെറിയ റൊമാൻറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും അത് പരസ്പരം പറയാണ്ട് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ചെന്നിന്റെ അടുത്ത് കുറച്ചൊക്കെ അട്രാക്ഷൻ ഉണ്ടായിരുന്ന ടയാൻജി അവളോട് മാക്സിമം ക്ലോസ് ആയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെന്ന് മനഃപൂർവ്വം തന്നെ അവനുമായിട്ടൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മളെ സോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ സോങ് ഇപ്പൊ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവന്റെ സെയിം ക്ലാസ്സിൽ തന്നെയാണ് അവരുടെ പണ്ടത്തെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഡോമാനും പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ അവരുടെ എക്സാം കഴിഞ്ഞ റിസൾട്ട്സ് കിട്ടുമ്പോൾ ഇതുവരെ എല്ലായിടത്തും ടോപ്പ് ആയിരുന്ന സോങ്ങിന് ഇവിടുത്തെ 18ാമത്തെ റാങ്കും അവനെ പോലെ തന്നെ പഠിപ്പിയായിട്ടുണ്ടായിരുന്ന ഡോമാന് 27ാമത്തെ റാങ്കും ആണ് കിട്ടുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് സോങ് ആകട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും 2ാമത്തെ സ്ഥാനത്തേക്ക് വരാണ്ട് പെട്ടെന്ന് ഇങ്ങനെ 18ാമത്തെ സ്ഥാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് കണ്ട് ആകെ വിഷമമായിട്ട് ഇരിക്കുമ്പോൾ ഡോമാനാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ് ഉണ്ടാവുമെന്നും നമ്മളെക്കാളും മികച്ച ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്ക് ആവുമെന്നും, പക്ഷെ നീ കോൺഫിഡൻസ് ഒന്നും കളയാണ്ട് നിന്റെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് മുന്നേറാനും സാധിക്കുമെന്ന് അവളിപ്പോൾ അവനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരികെ സോങ് ഇപ്പോൾ അവന്റെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോഴാണ് അവന്റെ ആ ഒരു പഠിപ്പിയായിട്ടുള്ള റൂംമേറ്റിനെ ആദ്യമായിട്ട് അവൻ കാണുന്നത്. പക്ഷെ കണ്ടു കഴിയുമ്പോഴാണ് അത് ഇവരുടെ പോലെ ഒന്നല്ലെന്നും അത് വെറും 15 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നും അവന് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ 15 വയസ്സുള്ള ഇവൻ തന്നെയാണ് മര്യാദയ്ക്ക് ക്ലാസ്സിലൊന്നും പോലും വരാണ്ട് കഴിഞ്ഞ എക്സാമിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിരിക്കുന്നത്. മാത്രമല്ല അവൻ വരുന്ന സമയത്ത് തന്നെ സോങ്ങിന്റെ ബുക്ക് എടുത്ത് അതിൽ ചെറിയൊരു തെറ്റുണ്ടെന്ന് പറഞ്ഞ് അതവന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കാണുമ്പോൾ സോങ്ങിന് എന്തോ പോലെ ആകുന്നുണ്ട്. ഒന്നാമത് ഇതുവരെ എല്ലായിടത്തിലും ഫസ്റ്റ് ആയി നിന്ന് ബാക്കി എല്ലാവരുടെ മുമ്പിലും പെർഫെക്റ്റ് ആയിട്ട് നിന്നിരുന്ന സോങ്ങിനെ ഇപ്പൊ വേറൊരാൾ വന്ന് കറക്റ്റ് ചെയ്യുകയും അതും അവനേക്കാളും ഒരുപാട് വയസ്സിന് താഴെ വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അതവന് ഒരുമാതിരി ഇൻസൾട്ട് കണക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേ നേരം ചെന്നിനെ കാണിക്കുകയാണെങ്കിൽ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവൾക്കിപ്പോ ശരിക്കും ആരെയാണ് ഇഷ്ടം എന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇതിനു മുമ്പ് ഒരുപാട് തവണ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജിങ്ങിനെയാണോ അതോ ഈ അടുത്തായിട്ട് അവൾ കണ്ട് പരിചയപ്പെട്ട് അവളോട് ചെറിയ ക്രഷൊക്കെ ഉള്ള ടയാൻജീനെയാണോ എനിക്ക് ശരിക്കും ഇഷ്ടമെന്ന് സ്വയം മനസ്സിലാവാതിരിക്കുകയാണ് ചെന്ന്. അങ്ങനെ ഇപ്പോൾ അവള് ജിങ്ങിന് മെസ്സേജ് അയച്ച് ഇന്ന് ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നൊരു സോസർ മാച്ച് ഉണ്ടെന്നും താൻ ഫ്രീ അല്ലെന്നും ജിങ് അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം അവളെ പോലെ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ജിങ്ങും ഇരിക്കുന്നത്. ചെന്നിയടെയായിട്ട് ടയാൻജയോട് ഒന്ന് ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇച്ചിരി അസൂയയും ദേഷ്യമൊക്കെ ആയിട്ട് അവൾക്കിനി എങ്ങാനും ടിയാൻജീനെ ഇഷ്ടമാണോന്ന് ഓർത്തിരിക്കുകയാണ് ജിങ്. അങ്ങനെ ഇപ്പൊ അവൻ ഭ്രാന്ത് പിടിച്ച് നേരെ സോങ്ങിനെ വിളിക്കുമ്പോൾ സോങ് ആകട്ടെ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ മാറ്റിയിട്ട് ഇപ്പോ അവൻ ജീവിക്കുന്ന ആ ഒരു ന്യൂ എൻവിറോൺമെന്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എപ്പോഴും ഫസ്റ്റ് ആവണം, പെർഫെക്റ്റ് ആവണം എന്ന ചിന്തയൊന്നും ഇല്ലാണ്ട് അവൻ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്ത് പോകണം എന്ന എയിമില് മുമ്പോട്ട് പോകാൻ അവൻ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ചെന്നിപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ പ്രോമിസ് ചെയ്ത പോലെ ടയാൻജിയുടെ ഒപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ വെച്ചൊക്കെ അവളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജിങ്ങിനെ പറ്റിയിട്ടാണ്. ജിങ് എന്തുകൊണ്ടാണ് അവളുടെ അടുത്ത് നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതെന്നും എന്താണ് അവൻ ഈ ഇടയായിട്ട് വിയേർഡായിട്ട് തന്റെ അടുത്ത് പെരുമാറുന്നത് എന്നൊക്കെയാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ നേരം വേറൊരു സ്ഥലത്ത് സോങ്ങും സീഷയും കൂടി ഇപ്പൊ ഒരുമിച്ച് എക്സിബിഷൻ കാണാനൊക്കെ പോകുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോങ് ഇപ്പൊ തന്റെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളും പരിഭവങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സീഷയുടെ അടുത്ത് പറയുമ്പോൾ സീഷി ഇപ്പോ കട്ടയ്ക്ക് തന്നെ അവന്റെ ഒപ്പം നിന്ന് അധികമൊന്നും ഓവർ തിങ്ക് ചെയ്യേണ്ടെന്നും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കണ്ണടച്ച് മുമ്പോട്ട് തന്നെ പോവാൻ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ചെന്നാകട്ടെ വീണ്ടും ജിങ്ങിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സോങ് ഇപ്പൊ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ജിങ്ങിനെ ഇടയായിട്ട് എന്തോ വിഷമം ഉണ്ടെന്നും മേ ബി ജിങ്ങിന്റെ അച്ഛൻ മരിച്ച ഡേറ്റ് ആവാറായതുകൊണ്ടാണെന്നും അതിന്റെ ആ ഒരു വിഷമം ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് കാര്യം മനസ്സിലാകുന്ന ചെന്ന് അപ്പൊ തന്നെ ടയാൻജിയോട് തനിക്ക് കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാനിരിക്കുമ്പോൾ എത്ര ലേറ്റ് ആയാലും തന്നെ അവളെയും വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ടയാൻജിയും പറയുന്നുണ്ട്. പക്ഷെ ചെന്നിപ്പോ ഇതൊന്നും കേൾക്കാണ്ട് വേഗം തന്നെ ജിങ്ങിനെ പോയി കാണുന്നുണ്ട്. അങ്ങനെ അവള് കുറെ ചിപ്സ് ഒക്കെ ആയിട്ട് അവനെ പോയി കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ട കുറെ ഫുഡൊക്കെ അവന് കൊടുത്ത് അവനോട് നമ്മുടെ ടയാൻജീനെ പറ്റിയിട്ടും ഡുവേനെ പറ്റിയും കുറെ കുറ്റമൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും വീണ്ടും പഴയതുപോലെ കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ ടൈമിൽ തന്നെയാണ് ടയാൻജി ഇപ്പോൾ അവളെ ഒന്നും കൂടി വിളിക്കുന്നത്. ശരിക്കും ഇപ്പോഴാണ് രാത്രി ഇത്ര നേരമായിട്ടും ടയാൻജി അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം അവൾ ആലോചിക്കുന്നത്. അങ്ങനെ പിന്നീട് അവൾ ടയാൻജിയുടെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞ് തനിക്കിനി വരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ടയാൻജി അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാതെ അപ്പുറത്ത് ജിങ്ങും ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളുടെ സംസാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ജിങ് ഇപ്പൊ ചെന്നിനെ അവളുടെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നുണ്ട്.
അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിന്റെ ഇടയിൽ അവൾക്ക് വേണ്ടി അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടയാൻജിയെ അവൾ കാണുന്നുണ്ട്. ചെന്നിനെ കണ്ട വശം തന്നെ ടയാൻജി അവളുടെ അടുത്ത് ചെന്നിട്ട് തനിക്കൊരു കാര്യം അവളുടെ അടുത്ത് പറയാനുണ്ടെന്ന് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചും തനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ചെന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ നീ അത് ഏത് സെൻസിൽ എടുക്കുമെന്ന് തനിക്ക് അറിയില്ലെന്നും, കാരണം ഇതിനു മുമ്പ് വരെ ഇങ്ങനത്തുള്ള ഒരു കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും, പക്ഷെ ചെന്നൈനെ കണ്ട ആ ഒരു സമയം മുതലേ എങ്ങനെയൊക്കെയോ അവന്റെ ഉള്ളില് ചെന്നൈ കടന്നുകൂടിയെന്നും ഇപ്പതാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരെ ചെന്നനോട് അവൻ അത്രയും അട്രാക്ഷനും സ്നേഹമൊക്കെ ഉണ്ടെന്നും അവനിപ്പോ തുറന്നു പറഞ്ഞ് ചെന്നനെ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് ഈ ഒരു കാര്യം ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ചെന്നപ്പോ അവന്റെ അടുത്ത് സോറി പറയാനായിട്ട് വരുമ്പോഴേക്കും നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും, അതുകൊണ്ട് നീ പറയേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ലെന്നും, പക്ഷെ എന്റെ ഫീലിങ്സ് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ലൈഫിൽ അത് എനിക്ക് വലിയൊരു റിഗ്രറ്റ് ആയി തോന്നുന്ന കാരണം മാത്രമാണ് ഇപ്പൊ ഞാനത് നിന്റെ അടുത്ത് റിവീൽ ചെയ്തേന്നും, നിന്റെ മനസ്സിൽ ഓൾറെഡി വേറൊരാളുണ്ടെന്നും നീ അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്കറിയാമെന്ന് ടയാൻജി ഇപ്പൊ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ടയാൻജി നമ്മുടെ ചെന്നൈനെ അത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനിപ്പോ അവിടെ പോകുന്നേക്കാളും മുമ്പ് അവളുടെ ഫീലിങ്സ് എല്ലാം ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നല്ലെന്നും, അതിന് കോൺസിക്വൻസ് എന്താണെങ്കിൽ പോലും അതിനെ നമ്മൾ നേരിടാൻ തയ്യാറാവണമെന്നും, ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് അയാളുടെ മുഖത്ത് തന്നെ നോക്കി നമ്മൾ തിരിച്ചു പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കണം എന്നൊക്കെ ടയാൻജി ഇപ്പൊ ചെന്നൈനെ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് അവൾക്ക് വേണ്ട എല്ലാ ഹാപ്പിനെസ്സും വിഷസും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജിങ്ങപ്പോ അവളുടെ അടുത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് വരുന്നത്. കാരണം അവള് ടിയാൻജിനെ റിജക്ട് ചെയ്യുമെന്ന് തനിക്ക് അറിയായിരുന്നെന്നും അല്ലെങ്കിലും അവൻ കൊള്ളൂലായിരുന്നെന്നും എന്നൊക്കെ പറഞ്ഞ് ജിങ് അവിടെ അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ സോങ്ങും സീഷയും ഈ അടുത്ത് അവരെ കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ടെന്നും, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയാലൊന്നും അവരിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അവർ 4 പേരും കൂടി ആ ഒരു ട്രിപ്പിന് പോകാൻ നിൽക്കുമ്പോൾ പതിവിന് വിപരീതമായിട്ട് സീഷയും സോങ്ങും കുറച്ചും കൂടി കൂടുതൽ അടുത്തതായിട്ട് ചെന്നും അതുപോലെ ജിങ്ങിനും ചെന്നിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഉള്ള ഡൗട്ടായിട്ട് ഇരിക്കുന്ന സീഷയും നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സോങ്ങും ജിങ്ങും കൂടി ഈ സെയിം കാര്യത്തിനെ പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നിനക്ക് ചെന്നിനെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാമെന്നും, അതുകൊണ്ട് അധികം ലേറ്റ് ആക്കാണ്ട് എത്രയും വേഗം തന്നെ അവള് പ്രപ്പോസ് ചെയ്യാനും സോങ് ഇപ്പോൾ അവനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സീഷയ്ക്കും സോങ്ങിനിടയിലുള്ള ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നും, എന്നാലും അതിനൊന്നും കൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെന്നും ജിങ്ങും കൂടി മനഃപൂർവ്വം തന്നെ അവിടെ തല്ലുകൂടി അവരുടെ മേത്തൊക്കെ നിറച്ച് വെള്ളം ആയതുകൊണ്ട് ഇനി ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് വരാം, അതുകൊണ്ട് അവരുടെ രണ്ടുപേരോടും ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു ഗ്യാപ്പിന് സോങ്ങും സീഷയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. ബേസിക്കലി ഇത് തന്നെയായിരുന്നു ചെന്നിനും ജിങ്ങിനും വേണ്ടിയിരുന്നതും. മാത്രമല്ല അവര് രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അവരെ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിലോട്ട് എങ്ങനെയാണ് കയറ്റാന്ന് ആലോചിച്ച് ജിങ്ങും ചെന്നും കൂടി ഒരു ബെഡിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവർ പരസ്പരം കളിച്ചും ചിരിച്ചും തമാശകളൊക്കെ പറഞ്ഞ് തല്ലുകൂടിയും അങ്ങനെ എൻജോയ് ചെയ്തതിനിടയിൽ തന്നെ ഇടയ്ക്ക് ഒരു മൊമെന്റിൽ വെച്ച് അവരുടെ സംസാരത്തിനിടയിൽ അറിയാണ്ട് അവർ വളരെ ക്ലോസ് ആയി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരുപാട് നേരം സംസാരിച്ച് കഴിയുമ്പോഴാണ് അത്രയും ക്ലോസ് ആയിട്ട് ഇരുന്നതിനെ പറ്റി ആലോചിച്ച് ഇപ്പൊ രണ്ടുപേർക്കും എന്തോ വിയേർഡായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ചെന്നും ജിങ്ങും എഴുന്നേറ്റിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പുറപ്പെടുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നമ്മളൊരു ഡ്രാമ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പെയർ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലാസ്റ്റ് നമ്മുടെ സോങ്ങും സീഷയും അതുപോലെ തന്നെ ജിങ്ങും ചെന്നും ഏകദേശമൊക്കെ പെയർ ആയിരിക്കുകയാണ്. എങ്കിലും ഇതുവരെ ഇവരുടെ ഫീലിങ്സ് പരസ്പരം എക്സ്പ്രസ് ചെയ്യാത്തോണ്ട് അടുത്ത എപ്പിസോഡിലെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാല്ലേ. എനിവേ ഇതിന്റെ ബാക്കി സ്റ്റോറി നമുക്ക് അടുത്ത എപ്പിസോഡ് കൂടെ കാണാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.